സിഗ്മ 0 ബാർ എത്ര കിട്ടും? ഹലോ, 50. ഓക്കെ. ആദ്യം കാൽക്കുലേറ്റ് ചെയ്തപ്പോ അത് തിരിഞ്ഞു പോയിരുന്നു. 10 × 4 4 × 10 + 1 അങ്ങനെയല്ല, ബ്രാക്കറ്റ് ഇടുമ്പോൾ ശ്രദ്ധിച്ചിടണം. 50. ഓക്കെ, 50 കിട്ടുന്ന സ്ട്രെസ്. ദെൻ ബാക്കി വാല്യൂസ് എല്ലാം സെയിം വാല്യൂസ് തന്നെ. സിഗ്മ 0 മാത്രം മാറ്റിയിട്ട് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാം. വാട്ടർ ടേബിൾ വന്നപ്പം സ്ട്രെസ് എന്താ സംഭവിച്ചേ? ഇഫക്റ്റീവ് സ്ട്രെസ്സിന് എന്ത് സംഭവിച്ചു? 50. ഈ സിഗ്മ ബാർ എന്ന് പറഞ്ഞത് മാറില്ലല്ലോ അല്ലേ? ഡെൽറ്റ സിഗ്മ ബാർ മാറില്ല. അത് മാറിയെന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ല. ഇൻക്രീസ് ഇൻ പ്രഷർ മാറിയതായിട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ല. വാട്ടർ ടേബിൾ റൈസ് ചെയ്തു എന്ന് പറഞ്ഞു, പക്ഷെ സ്ട്രെസ്സിന് ഇൻക്രീസ് ഉണ്ടായ വാല്യൂല് ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെ വരുമ്പം നമ്മൾ വേറെ ഒന്നും ചിന്തിക്കണ്ട, ഇൻക്രീസ് ഇൻ സ്ട്രെസ് സെയിം ആക്കി തന്നെ ചെയ്താൽ മതി. ഞാൻ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയും. പിന്നെയും കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറയാത്തത്. അങ്ങനെയും ചോദിക്കാം. ഇപ്പൊ സെറ്റിൽമെന്റ് ഇരട്ടിയായി. 4.88 സെന്റിമീറ്റർ ആയി. 4.88 സെന്റിമീറ്റർ ആയി. വാട്ടർ ടേബിള് റൈസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? സെറ്റിൽമെന്റ് കൂടി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? വെള്ളം പുറത്തേക്ക് പോകുമ്പോഴാണ് കോമ്പാക്ട് കൺസോളിഡേറ്റ് ചെയ്യണെന്ന് പറഞ്ഞില്ലേ? ഇതിപ്പോ വാട്ടർ ടേബിൾ കയറുമ്പോൾ വെള്ളം കയറുമല്ലേ? വാട്ടർ ടേബിൾ അത് ഈ ഫീൽഡിന്റെ കണ്ടീഷൻ കൊണ്ടാ. അതിന്റെ മുകളിൽ എന്തായിരിക്കണേ? സാൻഡാ. അപ്പം സാൻഡിനകത്ത് എന്താ ക്ലേയിലുള്ള വെള്ളം പൊങ്ങി പോന്നാലും സാൻഡിലുണ്ട്, സാൻഡിന്റെ പോയിന്റ്സിനകത്തോടെ ഉണ്ട്. അത് ആ ഫീൽഡ് ഡിപ്പെൻഡീവ് ആണത് ശരിക്കും. അല്ലാതെ നമുക്ക് ഇപ്പൊ ക്ലേ ലെയർ മാത്രമേ ഉള്ളൂങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കണം എന്നില്ല. ക്ലിയർ ആയോ? ക്ലേ ലെയർ മാത്രമേ ഉള്ളൂങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കില്ല വരിക. ഇത് ആ ഫീൽഡ് ഇങ്ങനെയാണ്, ആ ഫീൽഡിന്റെ കണ്ടീഷൻ കൊണ്ടാണ് അങ്ങനെ സെറ്റിൽമെന്റ് ഉണ്ടായത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഓക്കെ ആയോ എല്ലാവർക്കും? മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിരിക്കും കേട്ടോ, ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത്. നിങ്ങൾ വേറെ നോട്ടൊന്നും നോക്കി പോകണ്ട കേട്ടോ. ഈ K20 ഇട്ട് തന്ന 5 നോട്ട്, ആ 5 നോട്ടുകൾ, ആ നോട്ട് മാത്രം പഠിച്ചാൽ മതി. വേറെ ഒന്നും അഡീഷണൽ ആയിട്ട് റെഫർ ചെയ്യാൻ പോകണ്ട. ക്ലാസ്സിൽ ചെയ്യിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്, ആ മോഡൽ ക്വസ്റ്റ്യൻസേ വരുള്ളൂ എന്നാണ് വിശ്വാസം. സെക്കൻഡ് ക്വസ്റ്റ്യൻ.
എഴുതിയോ ക്വസ്റ്റ്യൻ? A clay stratum 5 meter thick has the initial void ratio of 1.5 and effective overburden pressure of 120 kilonewton per meter square. When the sample is subjected to an increase in pressure of 120 kilonewton per meter square, the void ratio reduces to 1.44. Determine coefficient of volume compressibility and final settlement of the stratum. Krishna എഴുതിയോ? എഴുതി. ഓക്കെ. ഒരു ക്ലേ ലെയർ ഉണ്ടായിരുന്നു, 5 മീറ്റർ തിക്നെസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഫിഗർ ഒന്നും വരയ്ക്കണമെന്നില്ല, അല്ലാതെ ചെയ്യാം. ഇനീഷ്യലി ആ ക്ലേയുടെ വോയിഡ് റേഷ്യോ 1.5 ആയിരുന്നു. അതിൽ ഒരു എഫക്റ്റീവ് ഓവർ ബേർഡൻ പ്രഷർ, അതിൻ്റെ മുകളിലൊരു പ്രഷർ ഉണ്ടായിരുന്നു, 120 kilonewton per meter square ആയിരുന്നു. Then, when the sample is subjected to an increase in pressure of 120 kilonewton per meter square, അതായത് ആ സെയിം സാമ്പിളിൽ തന്നെ ഒരു പ്രഷർ ഇൻക്രിമെൻ്റ് ഉണ്ടായി. എത്ര തന്നെ? 120 kilonewton per meter square തന്നെ ഇൻക്രിമെൻ്റ് സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ വോയിഡ് റേഷ്യോ എന്ത് ചെയ്തു? 1.5 ആയിരുന്നത് റെഡ്യൂസ് ചെയ്തു 1.44 അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം കംപ്രസിബിലിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. ദെൻ രണ്ടാമത്തെ പാർട്ടാണ് ഫൈനൽ സെറ്റിൽമെൻറ്റ്. കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം കംപ്രസിബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം കംപ്രസിബിലിറ്റി എം വി എന്ന് ഡിനോട്ട് ചെയ്യും. എം സഫിക്സ് വി. അത് കാണാനുള്ള ഇക്വേഷൻ മൈനസ് ഡെൽറ്റ ഇ ബൈ 1 പ്ലസ് ഇ 0 ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സിഗ്മ ബാർ. എം വി കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം കംപ്രസിബിലിറ്റി എം വി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ 0 ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സിഗ്മ ബാർ. ഇനി ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? ഇനീഷ്യൽ വോയിഡ് റേഷ്യോ E0 തന്നിട്ടുണ്ട് 1.5 ആണ്. ഫൈനൽ വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട് എത്രയാണ്? 1.44 ആണ്. അപ്പോൾ ഡെൽറ്റ ഇ എങ്ങനെ കാണാം? 1.5 മൈനസ് 1.44. ഓക്കെ, 0.06 സംതിങ് വരും. ഇനി എന്താണ് ഡെൽറ്റ സിഗ്മ ബാർ? ഇൻക്രീസ് ഇൻ പ്രഷർ എത്രയാണ്? ഡെൽറ്റ സിഗ്മ ബാർ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ പ്രഷർ ആണ്. ഇൻക്രീസ് ഇൻ പ്രഷർ എത്രയാണ്? രണ്ടും 120 ആണ്. ഓവർ ബർഡൻ ഉണ്ടായിരുന്നതും അതാണ്, പ്രഷർ ഇൻക്രീസ് ചെയ്തതും എത്രയിലാണ്? 120യിലാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരരുത്. ഇൻക്രീസ് ഇൻ പ്രഷറിന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ 120 തന്നെയാണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ പ്രഷർ ഡെൽറ്റ സിഗ്മ ബാർ 120. അപ്പം കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം കംപ്രസിബിലിറ്റി കാണാനുള്ള എല്ലാ ടേമും ആയി. അത് വെച്ചിട്ട് എം വിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ആ നെഗറ്റീവ് സൈൻ മീൻ ചെയ്യുന്നത് എന്താണ്? ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്, അതായത് വോയിഡ് റേഷ്യോയ്ക്ക് കുറവാണ് സംഭവിക്കുന്നത്. ആ മീനിങ്ങിലാണ് കേട്ടോ മൈനസ് ഇട്ടേക്കുന്നത്. എം വിയുടെ വാല്യൂ
ഇനി എന്തെന്നാ യൂണിറ്റ് അത് കോഎഫിഷ്യന്റ് ഇല്ലേ? കോഎഫിഷ്യന്റ് അല്ല, യൂണിറ്റ് ഉണ്ട് അതിന്. യൂണിറ്റ് ഇതാണ് 2 × 10⁻⁻⁴ ആണ് ആൻസർ കിട്ടിയേ. അതെ. അതിന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ കിലോ ന്യൂട്ടൺ ആണ്. അത് പ്രഷർ തലതിരിച്ചിട്ടതാണ്. പ്രഷർ വോയിഡ് റേഷ്യോക്ക് ചേഞ്ച് യൂണിറ്റ് ഇല്ലല്ലോ. ആ, ആ. ബാക്കി അപ്പൊ എന്ത് വരും? കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഇൻക്രീസ് ഇൻ പ്രഷർ. അപ്പൊ അത് ഡിനോമിനേറ്ററിലാണ്. ആ യൂണിറ്റ് തലതിരിച്ചിടും. അതാണ് അതിന്റെ യൂണിറ്റ്. ഓക്കെ. ഇനി അയ്യോ കുഴപ്പമില്ലല്ലോ, എഴുതിയാർന്നോ? പിന്നെ കൺട്രോൾ സെറ്റ് അടിച്ചാലും വരില്ല. എഴുതിയായിരുന്നു ആൻസർ? ഹലോ, ആൻസർ എഴുതി മിസ്സേ. അതുവരെയുള്ള എഴുതി. വെരി സോറി. അതെ, മാച്ച് കളഞ്ഞ് പിന്നെ വരില്ല. ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഇനി അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു, ഫൈനൽ സെറ്റിൽമെന്റ്. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം കംപ്രസിബിലിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ സെറ്റിൽമെന്റ് കാണാനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. SF is equal to mv ഡെൽറ്റ സിഗ്മ ബാർ H0. H0 എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെയറിന്റെ തിക്നെസ്. ഇവിടെ ഒരേ ഒരു ലെയറേ ഉള്ളൂ, അതിന്റെ തിക്നെസ് എത്രയാണ്? 5 മീറ്റർ ആണ്. mv നമുക്ക് കിട്ടി 2 × 10⁻⁻⁴ ആണ്. ഡെൽറ്റ സിഗ്മ ബാർ എത്രയാണ്? 120 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പം സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈനൽ സെറ്റിൽമെന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. കിട്ടിയ ഫൈനൽ സെറ്റിൽമെന്റ് 12 സെന്റിമീറ്റർ 12 മീറ്റർ. അപ്പൊ അല്ല, സോറി, 12 സെന്റിമീറ്റർ. ശരി, 0.12 മീറ്റർ. മീറ്റർ 11 സെന്റിമീറ്റർ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ. ഇതിനകത്ത് ഈ ഒരു കുറച്ച് ടേമുകൾ ഇങ്ങനെ പഠിച്ച്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറെ കോൺസ്റ്റന്റ് വാല്യൂസ് വെച്ചിട്ട് ചെയ്യാവുന്ന. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കുറച്ച് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. കാണിച്ചു തരാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ 4ഉം 5ഉം ചെയ്യാം. അതാവുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതി, ഫോർത്ത് ക്വസ്റ്റ്യൻ എഴുതിയ. ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ പറയണേ.
ക്വസ്റ്റ്യൻ എഴുതിയോ? ഹലോ ഹലോ ക്വസ്റ്റ്യൻ എഴുതിയോ? ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. എ ക്ലേ ലെയർ 4 meter thick is subjected to a pressure of 55 kilonewton per meter square. If the layer has double drainage and undergoes 50% consolidation in 1 year, determine coefficient of consolidation. സെക്കൻഡ് പാർട്ട് ചോദിച്ചേക്കാണ്. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഈസ് 0.2 meter per year, ഡിറ്റർമൈൻ സെറ്റിൽമെൻറ്റ് ഇൻ 1 year. ഒരു ക്ലേ ലെയർ ഉണ്ടായിരുന്നു, 4 meter തിക്നെസ് ആണുള്ളത്. അതിലുണ്ടായിരുന്ന പ്രഷർ 55 kilonewton per meter square ആണ്. ആ ലെയർ ഡബിൾ ഡ്രെയിനേജ് ആണ്. ഓക്കെ, രണ്ട് സൈഡിൽ നിന്നും വെള്ളം പുറത്തേക്ക് പോകും. ഒരു വർഷം കൊണ്ട് ആ ലെയറിന് ഉണ്ടാവുന്ന കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ 50%. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ ആണ് ആദ്യത്തെ പാർട്ട്. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് സി വി ആണ്. സി വി കാണാനുള്ള ഇക്വേഷൻ ടി വി ഡി സ്ക്വയർ ബൈ സ്മോൾ ലെറ്റർ ടി ആണ്. ടി വി എന്ന് പറഞ്ഞാൽ ടൈം ഫാക്ടർ, സ്മോൾ ലെറ്റർ ഡി എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് പാത്ത്, സ്മോൾ ലെറ്റർ ടി ടൈമാണ്. അത് മിനിറ്റിലോ സെക്കൻഡിലോ നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്ന പോലെ ഇയറിലോ ഒക്കെ ആവാം, അതിനനുസരിച്ചാണ് ടൈം. ഓക്കെ, ഇവിടെ നമുക്ക് തന്നേക്കണ കണ്ടോ, ക്ലേ ലെയർ